ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോഴേ എൻ്റെ ഏറ്റവും കംഫർട്ട് സോണുകളിൽ ഒന്നായിട്ടുള്ള ഒരിടത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അപ്പോൾ അതിനാദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വൃത്തിക്ക് വന്നിരുന്നു കേട്ടോ. പിന്നീട് അതിന് ശേഷം എന്ത് ചെയ്തു, മുഖത്തൊക്കെ ഒന്ന് പൊട്ടിയിടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനായിട്ട് ഫെയർ ലവ്ലി എടുത്തിട്ടോ. ഞങ്ങളുടെയൊക്കെ ഫൗണ്ടേഷനും മോയ്സ്ചറൈസ് ക്രീമും എല്ലാം ഈ ഫെയർ ലവ്ലിയാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാ മേക്കപ്പും ചെയ്തൊരു കംഫർട്ടാണ് കേട്ടോ. അങ്ങനെ അല്ലാത്തവരുണ്ട്, ഒരു മേക്കപ്പും ചെയ്യാത്തവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു കംഫർട്ട് ഒരു ഫെയർ ലവ്ലി യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഫെയർ ലവ്ലിയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഐലൈനർ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം ഐലൈനർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ, നന്നായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടോ. അങ്ങനെ ഞാനും ഫാബിക്കുട്ടി എന്ത് ചെയ്തു, ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ഞങ്ങളുടേതായ ഭാഷയിൽ മിണ്ടും പറയുകയൊക്കെ ചെയ്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് യാത്ര പോയിട്ടോ. അങ്ങനെ യാത്ര പോയി ഞങ്ങൾ എന്ത് ചെയ്തു, ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ കേട്ടോ. ഞങ്ങൾ അനുവിൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞങ്ങൾ 4 പേര് എന്ത് ചെയ്തു, ഞങ്ങൾ ഒരുപാട് നാളായി പരസ്പരം ഒന്ന് കണ്ടിട്ട്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 വർഷത്തോളമായി ഞങ്ങൾ പരസ്പരം മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, എങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അനുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപാട് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഒരു 2 മണി വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ടുണ്ടാവും കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇപ്പോൾ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 3 മിനിറ്റിൻ്റെ വീഡിയോയിൽ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം അനു പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും എല്ലാവരും ഒന്ന് കൂടിയതല്ലേ, ഒരു റീൽ എടുക്കുക, ജസ്റ്റ് ഒരു ചെറിയൊരു 2-3 സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എന്തായാലും കുറേ നാളായില്ലേ മീറ്റ് ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ പണ്ടത്തെ ഞങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇറങ്ങി എന്ന് പറയാം. പക്ഷേ പണ്ടത്തെ പോലെ ശരീരമൊന്നും ഇപ്പോൾ അത്രയും കംഫർട്ടായിട്ട് പിടിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആകെ ഉടഞ്ഞിരിക്കുന്നൊരു സമയമാണ് കേട്ടോ. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, 1-2 ഡാൻസൊക്കെ ഒന്ന് കാച്ചി. അതിനിടയിൽ കുറേ ട്രോളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ പറഞ്ഞിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ശേഷം അതുപോലെ ഞങ്ങൾക്ക് മുൻപോ ഞങ്ങളുടെ പോലൊരു ബാച്ച് ആ കോളേജിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അത്രയും ചില്ലായിട്ടുള്ള പിള്ളേരായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ BA BCom തമ്മിലുള്ളൊരു കോപ്പറേഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിലൊക്കെ കഴിഞ്ഞിട്ട് അനു എന്ത് ചെയ്തു, വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്ത് സംസാരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അറിഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്ത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ വരാതിരുന്നവർക്കൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട്, നിങ്ങൾ വരാതിരുന്നത് മോശമായി, ഞങ്ങൾക്ക് സങ്കടമായി എന്നൊക്കെ ഞങ്ങൾ പരാതിയൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഒരുവിധം സംസാരം കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 5 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ സെൽഫി എടുക്കാൻ ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ മതിയാവോളുള്ള സെൽഫികൾ എടുത്തു. എന്നിട്ടൊരു 5 മക്കളൊക്കെ ആയപ്പോൾ ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.